നിൽപ്പ് സമരം സിന്ദാബാദ്, നിൽപ്പ് സമരം സിന്ദാബാദ്, നിൽപ്പ് സമരം സിന്ദാബാദ്. ദൈവങ്ങളെന്ന് വിളി വേണ്ട, ദൈവങ്ങളെന്ന് വിളി വേണ്ട, മുതലക്കണ്ണീർ വേണ്ടേ വേണ്ട, മുതലക്കണ്ണീർ വേണ്ടേ വേണ്ട, സാന്ത്വനങ്ങൾ തീരെ വേണ്ട. പണി ചെയ്യുമ്പോൾ മിനിമം കൂലി, പണി ചെയ്യുമ്പോൾ മിനിമം കൂലി, അതേ വേണ്ടു ഞങ്ങൾക്ക്. ആനുകൂല്യങ്ങൾ തന്നേ തീരൂ, തന്നേ തീരൂ സർക്കാരെ, തന്നേ തീരൂ സർക്കാരെ. നിൽപ്പ് സമരം സിന്ദാബാദ്. സംസാരിക്കുന്നതിനായി KGM സംസ്ഥാന ട്രഷറർ ജമാൽ അവാസാദ് ക്ഷണിക്കുന്നു. KGMയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ വിജയകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ TN സുരേഷ്, എഡിറ്റർ അനൂപ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് അടക്കമുള്ള ഇന്നത്തെ സമരഭടന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, പൊതുജനങ്ങളെ, ഇന്നു മുതൽ ഒരു അനിശ്ചിതകാല നിശ്ചിത സമരത്തിലേക്ക് സർക്കാർ ഡോക്ടർമാർ വലിച്ചിഴക്കപ്പെട്ടതിന്റെ കാര്യകാരണങ്ങൾ ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയും നൽകിയ പ്രസംഗങ്ങളിൽ വ്യക്തമായി കഴിഞ്ഞു. ലഭിക്കുന്നതിന് വേണ്ടി സമരത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥയാണ് ഓരോ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് വരുമ്പോഴും ഉണ്ടാകുന്നത്. ഇത് എല്ലാ 5 വർഷം കഴിയുമ്പോഴും സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ 2007-ലും 2010-ലും KGM സമരത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയുണ്ടായി. 2005-2006 കാലഘട്ടങ്ങളിൽ അസിസ്റ്റന്റ് സർജന് സർക്കാർ ഡോക്ടർമാർക്ക് +2 ടീച്ചറുടെ അടിസ്ഥാന ശമ്പളം പോലും ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. നീണ്ടുനിന്ന 2005-ലും 2006-ലൊക്കെ നീണ്ടുനിന്ന സമരത്തിലൂടെയാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത്. ആ 2007-ലും 2012-ലും നേടിയെടുത്ത ഹയസ്റ്റ് ആയിട്ടാണ് ഇന്ന് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എടുത്തു കളഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് അസിസ്റ്റന്റ് സർജന്റെ അടിസ്ഥാന യോഗ്യത MBBS ആണ്. ആ MBBS ആയി വരുന്ന 5 വർഷം പഠിച്ചു 1 വർഷം അവസരത്തിനും കഴിഞ്ഞ് MBBS 5 വർഷത്തെ MBBS ഡിഗ്രിയും 1 വർഷത്തെ അവസരത്തിനും കഴിഞ്ഞു വരുന്ന അസിസ്റ്റന്റ് സർജന്മാർക്ക് ഇന്നത്തെ ശമ്പളം കൂടുതലാണ്, അത് കുറക്കണമെന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനമാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടത്തിയത്. നമുക്കറിയാം, ഇന്നത്തെ ഓഫീസിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലെ OMമാരുടെ അടിസ്ഥാന യോഗ്യത SSLC ആണ്. പക്ഷേ ഇപ്പോൾ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാരാണ് ആയി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ട് SSLC മാത്രം പഠിച്ചവർക്ക് ശമ്പളം കുറക്കണം എന്ന അഭിപ്രായം എത്രത്തോളം പരിഹാസ്യമാണോ ആ രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു നടപടിയാണ് ശമ്പള കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് നഷ്ടപ്പെട്ട ഹയസ്റ്റ് ആയിട്ട് കിട്ടിയേ തീരൂ. അതിനുവേണ്ടി ഉള്ള ഏതത്തിലേക്കുള്ള ഒരു സമരത്തിനും സർക്കാർ ഡോക്ടർമാർ തയ്യാറാണ്. അതുപോലെ തന്നെയാണ് 8 വർഷത്തെയും 16 വർഷത്തെയും ഹയർ ഗ്രേഡ് നിഷേധിച്ചിരിക്കുന്നത്. ഈ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് നിഷേധിച്ചപ്പോൾ കരിയർ അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്നൊരു പരിപാടി പറഞ്ഞെങ്കിൽ പോലും അതെന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഈ രീതിയിൽ ഒരുപാട് ഈ നിഷേധിക്കാൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനാണ് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു ഉത്തരവാണ് ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. അതേപോലെ നേരത്തെ ഇവിടെ പറഞ്ഞ റിസ്ക് അലവൻസ്, നമുക്കറിയാം റിസ്ക് അലവൻസ് ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർക്ക് ഡോക്ടർമാർക്ക് റിസ്ക് അലവൻസ് നൽകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പത്രങ്ങളിൽ കാണുകയുണ്ടായി. പക്ഷെ റിസ്ക് അലവൻസ് നൽകുന്നത് വളരെ പരിമിതമായ NHM-ൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് മാത്രമാണ്. പലപ്പോഴും AC റൂമുകളിൽ ഇരുന്ന് ഡാറ്റ എൻട്രി ചെയ്യുന്ന NHM ജീവനക്കാരെയാണ് റിസ്ക് അലവൻസിന് സർക്കാർ പരിഗണിച്ചിരിക്കുന്നത്. റിസ്ക് ആയി ജോലി ചെയ്യുന്നത് ഈ കോവിഡ് കാലത്തും നിപ കാലത്തും അല്ലെങ്കിൽ തന്നെയും ഡോക്ടർമാരും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരും വളരെ റിസ്കിലാണ് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. അതിന്റെ ഭീകരത കുറച്ച് കൂടിയ അവസ്ഥയാണ് കോവിഡ് കാലത്തും നിപ കാലത്തും ഉണ്ടായത്. എന്നിട്ട് പോലും ആ കാലഘട്ടത്തിൽ വന്ന ഒരു ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ പോലും ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ, ഈ സമരം കണ്ട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, നേരത്തെ പ്രസിഡന്റ് സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ഒരു പണിമുടക്ക് സമരത്തിലേക്ക് തന്നെ സർക്കാർ ഡോക്ടർമാർ വലിച്ചിഴക്കപ്പെടും. അതിന് ഞങ്ങളെ വലിച്ചിഴക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. സിന്ദാബാദ്, പ്രതിഷേധർണ സിന്ദാബാദ്, നിൽപ്പ് സമരം സിന്ദാബാദ്, KGM സിന്ദാബാദ്, കോവിഡ് ഡ്യൂട്ടി കോടതി ഡ്യൂട്ടി,
രാത്രി ഡ്യൂട്ടി VIP ഡ്യൂട്ടി, പഞ്ചായത്തിൽ പിന്നെയും ഡ്യൂട്ടി, മെഡിക്കൽ ക്യാമ്പും പോരാഞ്ഞ് കോവിഡ് ഡ്യൂട്ടി, കോടതി ഡ്യൂട്ടി, രാത്രി ഡ്യൂട്ടി VIP ഡ്യൂട്ടി, പഞ്ചായത്തിൽ പിന്നെയും ഡ്യൂട്ടി, മെഡിക്കൽ ക്യാമ്പും പോരാഞ്ഞ് OP-യിലാണ് ആയിരങ്ങൾ, വാക്സിനേഷൻ ലക്ഷ്യങ്ങൾ, കോവിഡ് ബ്രിഗേഡ് ഇല്ലേ ഇല്ല, തീരാ ജോലികൾ നിൽക്കുന്നില്ല, പണിയെടുത്ത് നടുവൊടിഞ്ഞ് ശമ്പളമാണേൽ വെട്ടിക്കുറച്ച്, അവധിയില്ല ശമ്പളമില്ല. ഇതെന്തൊരു വിധിയാണ്? നിങ്ങൾ അറിഞ്ഞോ മാളൂരെ? നിങ്ങൾ അറിയണം ഇത് നാട്ടാരെ. നിപ്പ കോവിഡ് വെറുതെ കിട്ടും, റിസ്കിൽ മുങ്ങിയ ജോലികൾ ചെയ്യും. ഞങ്ങൾക്കില്ല റിസ്ക് അലവൻസ്. ഇതാണോ കേരള മോഡൽ? ഇതാണോ കേരള മോഡൽ? ആവശ്യത്തിന് ശമ്പളമില്ല, അലവൻസുകളും തീരെയില്ല, അടിയും കിട്ടും തൊഴിയും കിട്ടും, നിപ്പ കോവിഡ് വെറുതെ കിട്ടും, റിസ്കിൽ മുങ്ങിയ ജോലികൾ ചെയ്യും. ഞങ്ങൾക്കില്ല റിസ്ക് അലവൻസ്. ഇതാണോ കേരള മോഡൽ? ഇതാണോ കേരള മോഡൽ? KGMOA സിന്ദാബാദ്, പ്രതിഷേധർണ സിന്ദാബാദ്, KGMOA സിന്ദാബാദ്, നിൽപ്പ് സമരം സിന്ദാബാദ്. സർക്കാർ ഡോക്ടർമാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇതുവരെ ഗാന്ധിയൻ രീതിയിലുള്ള സമരമാണ് KGMOA ചെയ്തുകൊണ്ടിരുന്നത്. നിസ്സഹകരണ സമരവും ഈ നിൽപ്പ് സമരവും രോഗി പരിചാരത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമരം കൊണ്ട് ഞങ്ങളുമായി ചർച്ച ചെയ്ത് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കൊരു പണിമുടക്ക് സമരത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. അതിന് ഞങ്ങൾ നിർബന്ധിതരാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് നിങ്ങൾ എല്ലാവരുടെയും പൊതുജനങ്ങളുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് KGMOA. കഴിഞ്ഞ കുറെ നാളുകളായി കേരളം കോവിഡിന്റെ പിടിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ സമയത്തെല്ലാം കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സർക്കാർ ഡോക്ടർമാരാണ് കോവിഡിനെ പ്രതിരോധിക്കാനും അതിനെ പ്രതിരോധിച്ച് നല്ല നിലയിൽ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും എല്ലാം മുന്നിട്ടിറങ്ങി നടന്നത്. ഈ കാലയളവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ള പൊതുജനങ്ങളെല്ലാം ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലായിരുന്നു. മിക്കവാറും ജീവനക്കാരെല്ലാം വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയായിരുന്നു. എന്നിരുന്നാലും ഈ സമയത്തെല്ലാം 24 മണിക്കൂർ തുടർച്ചയായിട്ട് ഒരു വർഷം, 1.5 വർഷം, 1.25 വർഷത്തോളം നല്ല രീതിയിൽ അഹോരാത്രം പണിയെടുത്ത ആരോഗ്യ പ്രവർത്തകരെ, പ്രത്യേകിച്ച് സർക്കാർ ഡോക്ടർമാരെ ആദരിക്കേണ്ടത് ഒരു സർക്കാരിന്റെ കടമയാണ്. അത് ആദരിക്കേണ്ടത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ ശമ്പള പരിഷ്കരണ സമയത്ത് തന്നെയാണ് തീർച്ചയായിട്ടും ആ ആദരവ് നൽകേണ്ടത്. പകരം സർക്കാർ ചെയ്തത് ഈ പണിയെടുത്ത ആൾക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ചു. അത് ഒരു കാരണവശാലും നീതീകരിക്കാനുള്ള സംഗതിയല്ല. തീർച്ചയായിട്ടും ആ തെറ്റ് തിരുത്താനുള്ള അവസരങ്ങൾ ഒരുപാട് നൽകി നമ്മൾ. പക്ഷേ ആ അവസരങ്ങളൊന്നും കൃത്യമായിട്ട് കണക്കിലെടുക്കാതെ നമ്മളൊരു സമരത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. കാര്യം ഒക്ടോബർ 2-ാം തീയതി ഉപവാസ സമരം നടത്തി. അത് കഴിഞ്ഞ് 1-ാം തീയതി മുതൽ നിൽപ്പ് സമരത്തിന്റെ ദിവസമാണ്. ഉടനടി പരിഹാരമുണ്ടാക്കാം എന്നുള്ള ഒരു മന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമരത്തിൽ നിന്നും തൽക്കാലത്തേക്ക് നിൽപ്പ് സമരത്തിൽ നിന്നും മാറി നിന്നത്. അതോടൊപ്പം നിസ്സഹകരണ സമരം തുറന്നുകൊണ്ട് പോയത്. എന്നിട്ട് ഒരു മാസത്തിനിടയിൽ ഇതിനുവേണ്ടി യാതൊരുവിധ നടപടികളും എടുത്തില്ല. അതിനുശേഷമാണ് നമുക്ക് ഈ 8-ാം തീയതി മുതൽ സമരത്തിലേക്ക് വീണ്ടും തുടങ്ങേണ്ടി വന്നൊരു അവസ്ഥ വന്നത്. തീർച്ചയായിട്ടും ഈ നമ്മുടെ സർക്കാർ ഡോക്ടർമാരുടെ കാര്യത്തിൽ തികഞ്ഞ അവഗണന കാണിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ദിവസം ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കലൂടെ എത്തേണ്ടി വന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പതിറ്റാണ്ട് കാലമായിട്ട് സർക്കാർ ഡോക്ടർമാർ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഒടുവിലാണ് നമുക്ക് ശമ്പള പരിഷ്കരണം, കഴിഞ്ഞ 2008 ശമ്പള പരിഷ്കരണത്തിന്റെ ഫലമായിട്ട് ശമ്പളത്തിനുണ്ടായ വർധനവ്, അത് ഓരോ ശമ്പള പരിഷ്കരണ സമയത്ത് വന്നപ്പോഴും ആ വർധനവിനെ കുറച്ചു കാണിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ 2011-ലും 2016-ലും എല്ലാം സമരം ചെയ്ത് ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ
നിലനിർത്താനുള്ള സമരങ്ങളായിരുന്നു തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും സംഭവിച്ചത് അതുതന്നെയാണ്. നമ്മൾ നേടിയെടുത്ത ആനുകൂല്യങ്ങൾ, സർക്കാർ ഡോക്ടർമാരുടെ ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച് നമ്മളെ ഒരു രണ്ടാം കിട പൗരന്മാരാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള സമരമാണ്. തീർച്ചയായിട്ടും സർക്കാർ ഈ തെറ്റുതിരുത്തി കോവിഡ് പോരാളികളായ ഡോക്ടർമാരുടെ ശമ്പളമാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. വേറെ ഒരു കാറ്റഗറിയുടെയും അടിസ്ഥാന ശമ്പളത്തിൽ യാതൊരുവിധ കുറവുകളും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. തീർച്ചയായിട്ടും കോവിഡ് പോരാളികളുടെ ആദരവ് സർക്കാർ പ്രകടിപ്പിച്ചത് അടിസ്ഥാന ശമ്പളം വെട്ടിക്കുറച്ചിട്ടാണോ എന്നാണ് ഇവിടുത്തെ നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും ഒട്ടും ന്യായമല്ലാത്ത, സർക്കാർ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് പറഞ്ഞിട്ട് അത് സമയബന്ധിതമായി ചെയ്തു തീർക്കാത്ത ഒരു നയമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തിരുത്തുക തന്നെ വേണം. കാര്യം രോഗി പരിചരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മുടങ്ങാതെയാണ് നമ്മൾ സമരം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ അവഗണനക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് സർക്കാർ ഡോക്ടർമാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ ഒരു സർക്കാരിന് ഭൂഷണമല്ല. അതിൽ നിന്ന് ഉടനെ പിൻവലിച്ച് നമ്മളുടെ പ്രധാന ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഈ സമരത്തിന് ഉടനടി പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.